വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. മുംബൈ താബോർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഏവർക്കും പ്രാർത്ഥനാശംസകൾ. നല്ലവനായ ദൈവം ഉണർവ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാം അധ്യായം 17 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ രൂപപ്പെടണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരുപാകിയാണ് ജീവിതത്തിൽ നമ്മൾ അടിയുറയ്ക്കേണ്ടത്. ജീവിതത്തിൽ നമ്മൾ വേരുപാകേണ്ടത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലാണ് വേരുപാകി അടിയുറയ്ക്കേണ്ടത്. സ്നേഹമുള്ളവരെ, അപ്പോൾ എവിടെയാണ് ഞാൻ വേരുപാകിയിരിക്കുന്നത് അതനുസരിച്ചാണ് എനിക്ക് ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരുപാകിയാൽ നമുക്ക് ജീവിതത്തിൽ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുക. എന്നിട്ട് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ ഒരു പ്രത്യേകത ഇതായിരുന്നു. പൗലോസ്ലീഹ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്? വിശുദ്ധർക്കുണ്ടായിരുന്ന ഈ ഒരു അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കണം, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്കുണ്ടായിരുന്ന ഒരു അനുഗ്രഹം ഇതായിരുന്നു: അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും വീതിയും ഉയരവും ഗ്രഹിച്ചവരായിരുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിച്ചവരായിരുന്നു. അത് വിശുദ്ധരുടെ പ്രത്യേകത. വിശുദ്ധർക്കുണ്ടായിരുന്ന ഈ പ്രത്യേകത നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുകയാണ്. സ്നേഹമുള്ളവരെ, എന്തായിരിക്കും ആ വചനത്തിൻ്റെ അർത്ഥം? ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ നീളം, വീതി, ആഴം, ഉയരം ഗ്രഹിക്കുക എന്ന് പറയുമ്പോൾ അതിൽ വലിയ അർത്ഥമുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ പൂർണ്ണമായ കൂടുതൽ വ്യക്തമായ ഒരു ധാരണ നമുക്ക് ലഭിക്കും. നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയി, ഒരു ദേവാലയത്തിൽ പോയി, ആ ദേവാലയത്തിൽ ചെന്നതിന് ശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് വീട്ടിലുള്ളവരോട് പറയുകയാണ്, ആ ദേവാലയത്തിൽ ഇരിക്കുന്ന പരിശുദ്ധ അമ്മയുടെ രൂപം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ ഭവനത്തിലുള്ളവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാകും. നമ്മൾ കടന്നുപോയ ദേവാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ, ഇപ്പോൾ ഉദാഹരണം വേളാങ്കണ്ണി മാതാവിൻ്റെ അരികിൽ പോയി, അവിടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പള്ളിയിലിരിക്കുന്ന വേളാങ്കണ്ണി മാതാവിൻ്റെ രൂപം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്ന് നമുക്ക് ഭവനത്തിൽ ചെന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, വേളാങ്കണ്ണി മാതാവിൻ്റെ ഒരു രൂപം അവിടെ പള്ളിയിലിരിപ്പുണ്ട്, ഏകദേശം ഇത്ര ഉയരമുണ്ട്, ഏകദേശം ഇത്രയും വീതിയുണ്ട്, ഏകദേശം ഇത്രയും നീളം, വീതി, ഉയരം, ആഴമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുന്ന വ്യക്തികൾക്ക് ആ രൂപം നേരിട്ട് കണ്ടതുപോലെയുള്ളൊരു പ്രതീതി ലഭിക്കും. അപ്പോൾ ഒരു കാര്യത്തിൻ്റെ നീളം, വീതി, ആഴം, ഉയരം ഗ്രഹിക്കുക എന്ന് പറയുന്നത് അതേക്കുറിച്ചുള്ള കൂടുതൽ മെച്ചമായൊരു ധാരണ, കൂടുതൽ വ്യക്തമായൊരു ധാരണ ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധർക്കുണ്ടായിരുന്നൊരു വലിയ അനുഗ്രഹമാണ് അവർ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിച്ചവരാണ് എന്നതിൻ്റെ അർത്ഥം അവർ ദൈവത്തിൻ്റെ സ്നേഹം കൂടുതൽ ആഴത്തിൽ അനുഭവിച്ചിരുന്നവരാണ്, ദൈവത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ലഭിച്ചിരുന്നവരാണ്. അതുകൊണ്ട് അവർക്ക് ദൈവത്തെ കൂടുതൽ ആഴത്തിൽ തിരിച്ചു സ്നേഹിക്കാൻ സാധിച്ചു. പൗലോസ്ലീഹ നമ്മോട് പറയുന്നതാണ്, ആ വിശുദ്ധർക്കുണ്ടായിരുന്ന ആ ദൈവാനുഭവം, ആ വിശുദ്ധർക്കുണ്ടായിരുന്ന ആ സ്നേഹശക്തി നിങ്ങൾക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആ സ്നേഹത്തെക്കുറിച്ച് പൗലോസ്ലീഹ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കണം.
അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കണം. അതാണ് പൗലോസ് ശ്ലീഹ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സ്നേഹമുള്ളവരെ, സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം, സ്നേഹത്തിൻ്റെ അനുഭവത്തിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം നമ്മളിലെല്ലാവരിലുമുണ്ട്. പക്ഷേ ഈ സ്നേഹത്തിൻ്റെ നിറവ് നമ്മൾ മനുഷ്യ സ്നേഹത്തിൽ വേരുപാകിയാകരുത്. നമ്മൾ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വേരുപാകിയായിരിക്കണം അടിയുറക്കേണ്ടത്. അതാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക. ഒരിക്കൽ തോമസ് ഹാഡി എന്ന വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ്റെ ഒരു കൃതിയെക്കുറിച്ച് എവിടെയോ വായിച്ചു. ആ കൃതിയിൽ അദ്ദേഹം, ആ കൃതിയുടെ പേരിങ്ങനെയാണ്, ഹൂ ഈസ് ഡിഗിങ് മൈ ഗ്രേവ്, ആരാണ് എൻ്റെ ശവക്കുഴി തോണ്ടുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം, ഹൂ ഈസ് ഡിഗിങ് മൈ ഗ്രേവ്. അപ്പോൾ അതിൽ ഈ കവി രേഖപ്പെടുത്തിയിരിക്കുന്ന, കവി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ്. ചിത്രം ഇതാണ്: ഒരു പെൺകുട്ടി, ഒരു യുവതിയായിട്ടുള്ളൊരു പെൺകുട്ടി, അവൾ എന്തൊക്കെയോ കാരണം മൂലം അവൾ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. അപ്പോൾ അവൾക്ക് അവളെ സ്നേഹിക്കുന്ന, നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു കുടുംബം, അപ്പൻ, അമ്മ എല്ലാവരും ഉണ്ട്. അതോടൊപ്പം അവളെ സ്നേഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൾ ഒത്തിരിയേറെ സ്നേഹാനുഭവങ്ങളിലൂടെ കടന്നുപോയൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ ഈ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനൊക്കെ അവളോട് എപ്പോഴും പറയുമായിരുന്നു, നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് സാധിക്കില്ല എന്നൊക്കെ പലപ്പോഴും അവളോട് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അവൾ മരിച്ചു. അവൾക്ക് നല്ലൊരു ശവസംസ്കാരമൊക്കെ കിട്ടി. അതിനുശേഷം അവൾ ഈ ശവക്കുഴിയിൽ കിടക്കുകയാണ്. അങ്ങനെ ശവക്കുഴിയിൽ കിടക്കുന്ന രാത്രിയായി. ശവക്കുഴിയുടെ അരികിൽ നിന്ന് കുറേ നേരമൊക്കെ അപ്പനും അമ്മയൊക്കെ അവിടെ നിന്ന് കരഞ്ഞു. പ്രിയപ്പെട്ടവരൊക്കെ അവിടെ നിന്ന് കരഞ്ഞു. അവരൊക്കെ പോയി. അവസാനം രാത്രി അവൾ ഒറ്റയ്ക്കായി. അങ്ങനെ അവൾ ഒറ്റയ്ക്ക് ഈ ശവക്കുഴിയിൽ കിടക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ഈ പെൺകുട്ടിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചില ചിന്തകളാണ് കവി വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ശവക്കുഴിയിൽ കിടക്കുന്ന കുറേ കഴിഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ആരോ തൻ്റെ ശവക്കുഴി മാന്തുന്നു. അപ്പോൾ അവളുടെ മനസ്സിലൂടെ ഒത്തിരി ചിന്തകൾ കടന്നുപോയി. അവൾ ചിന്തിച്ചു, ദൈവമേ, എന്നെ സ്നേഹിക്കുന്ന ആരെങ്കിലും എന്നെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതായിരിക്കാം. അവർക്ക് എന്നെ കാണാതിരിക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ ആ പെൺകുട്ടി ചിന്തിച്ചു, ഒരുപക്ഷെ എൻ്റെ അമ്മയായിരിക്കാം, അമ്മയ്ക്ക് എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല. പിന്നീട് അവൾ ചിന്തിച്ചു, ചിലപ്പോൾ എൻ്റെ അപ്പനായിരിക്കാം. കാരണം ഒരു ദിവസം ഞാൻ നേരം വൈകി വീട്ടിലേക്ക് വന്നാൽ എൻ്റെ അപ്പനത് എന്നെ പെട്ടെന്ന് അന്വേഷിക്കും. ഒരുപക്ഷെ അപ്പനായിരിക്കാം. അവളുടെ ചിന്തകൾ എങ്ങനെയൊക്കെ കടന്നു പോയെങ്കിലും അവൾ അവസാനം ഇങ്ങനെ ഈ ശവക്കുഴി മാന്തുന്ന വ്യക്തി ഇങ്ങനെ മാന്തി അടുത്തടുത്ത് വരുന്നു. അവളുടെ അടുത്തെത്തി. അവളങ്ങനെ ഏറെ പ്രതീക്ഷകളോടെ കാത്തിരിക്കുക. തന്നെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാരനായിരിക്കാം. അവൻ പലപ്പോഴും പറയുമായിരുന്നു, നീ ഇല്ലാതെ എനിക്ക് ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കുകയില്ല. അവളങ്ങനെ ഏറെ പ്രതീക്ഷകളോടുകൂടെ ആ കുഴി മാന്തി വരുന്ന ആ വ്യക്തിയെ അവൾ നോക്കുമ്പോൾ അവൾ കാണുന്നത് അവൾ വളരെ സ്നേഹത്തോടെ ഓമനിച്ച് വളർത്തിയ അവളുടെ പട്ടിക്കുട്ടിയായിരുന്നു. അപ്പോൾ ഈ പട്ടിക്കുട്ടിയെങ്കിലും തന്നെ അന്വേഷിച്ച് വന്നതിൽ അവൾ ഏറെ സന്തോഷിച്ച് അവൾ ആ പട്ടിക്കുട്ടിയെ സ്നേഹിക്കാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ആ പട്ടിക്കുട്ടി പെട്ടെന്ന് ഈ തൻ്റെ യജമാനത്തെ തിരിച്ചറിഞ്ഞ് യജമാനത്തിയോട് പറയുന്ന ഒരു വാക്ക് ഇങ്ങനെ, ഒരു സെൻറ്റൻസ്, ഒരു വാചകം എങ്ങനെയാണ്, സോറി യജമാനത്തി, ഞാൻ എല്ലാം അന്വേഷിച്ചിറങ്ങിയതാണ്, ഇത് യജമാനത്തിയുടെ ശവക്കുഴിയാണെന്ന് അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഓടിപ്പോകുന്ന ആ പട്ടിക്കുട്ടി ഓടിപ്പോകുമ്പോൾ ഹൃദയവേദനയോടെ ശവക്കുഴിയിൽ കിടക്കുന്ന ആ പെൺകുട്ടിയുടെ ചില ചിന്തകൾ, അതാണ് ആ കവി മനോഹരമായിട്ട് അവിടെ അവതരിപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, അദ്ദേഹം നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വലിയ ആശയം ഇതാണ്. മനുഷ്യൻ്റെ മനസ്സിൽ എപ്പോഴും ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ട്. സ്നേഹിക്കുന്നവരടുത്ത് വരുവാൻ, മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുവാൻ, അതോടൊപ്പം മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ളൊരു ദാഹം, ആഗ്രഹം എല്ലാ മനുഷ്യരിലുമുണ്ട്. ശവക്കുഴിയിൽ കിടക്കുമ്പോൾ പോലും മനുഷ്യ മനസ്സിൽ നിന്ന് ഈ ആഗ്രഹം പോകുന്നില്ല എന്നാണ് കവി പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇങ്ങനൊരു ദാഹവും ആഗ്രഹവും ഈ ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച എല്ലാവരുടെയും ഉള്ളിലുണ്ട് എന്നുള്ളൊരു സത്യം അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും അതൊരു വലിയ സത്യമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനുമുള്ളൊരു ആഗ്രഹം നമുക്കുണ്ട്. ഇവിടെ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നിറയുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്, നിങ്ങൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരുപാകിയാലാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ അടിയുറച്ച് നിൽക്കാൻ സാധിക്കുക. വേറെ എവിടെയെങ്കിലുമൊക്കെ വേരുപാകാൻ നോക്കിയാൽ അവിടെയൊക്കെ നമ്മൾ പതറിപ്പോകും. ഉറച്ചു നിൽക്കാനാകാതെ നമ്മൾ മറിഞ്ഞു വീഴുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകും. സ്നേഹമുള്ളവരെ, നമ്മൾ സഭാപ്രസംഗൻ്റെ പുസ്തകം വായിച്ചാൽ അവിടെ സോളമൻ രാജാവ് തൻ്റെ ജീവിതത്തിൽ ഒരു പരിശ്രമം നടത്തിയതിനെക്കുറിച്ച് മനോഹരമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. സോളമൻ രാജാവ് ജീവിതത്തെ സന്തോഷിക്കുന്ന ആ വലിയൊരു രഹസ്യം കണ്ടെത്തുവാൻ വേണ്ടി സോളമൻ രാജാവ് പരിശ്രമിക്കുക. അപ്പോൾ ജീവിതത്തിൽ ഈ ഒരു സന്തോഷവും സ്നേഹവും ലോകത്തിൽ നിന്ന് കണ്ടെത്തുവാൻ ലോകത്തിലുള്ള പലതിലും വേരുപാകി നോക്കിയ ഒരു മനുഷ്യനാണ് സോളമൻ രാജാവ്.
അവിടെ സഭാപ്രസംഗൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മളിങ്ങനെ വായിക്കും. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, സുഖഭോഗങ്ങളിൽ ഞാൻ മുഴുകും, ഞാൻ അതിൻ്റെ ആസ്വാദ്യത പരീക്ഷിക്കും. എന്നാൽ ഇതും മിഥ്യ തന്നെ, ചിരിഭ്രാന്താണെന്നും സുഖഭോഗങ്ങൾ നിഷ്ഫലമാണെന്നും ഞാൻ മനസ്സിലാക്കി. ജ്ഞാനത്തിൽ നിന്ന് മനസ്സിളകാതെ തന്നെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് ആഹ്ലാദിപ്പിക്കാൻ ഞാൻ നോക്കി. മനുഷ്യനെ സന്തുഷ്ടനാക്കുന്നതെന്തെന്നും ചുരുങ്ങിയ ആയുസ്സിനുള്ളിൽ അവൻ ചെയ്യേണ്ടതെന്തെന്നും അറിയാൻ ഞാൻ ഭോഷത്വത്തെ ആശ്ലേഷിച്ചു. ഞാൻ വലിയ കാര്യങ്ങൾ ചെയ്തു. ഞാൻ എനിക്ക് വേണ്ടി മാളികകൾ പണിതു, മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, ഉദ്യാനങ്ങളും ഉപവനങ്ങളും ഉണ്ടാക്കി, അവയിൽ എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നട്ടു. തോട്ടം നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു. എൻ്റെ വീട്ടിൽ പിറന്ന അടിമകൾക്ക് പുറമേ ദാസന്മാരെയും ദാസിമാരെയും ഞാൻ വിലയ്ക്ക് വാങ്ങി. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികൾക്കുണ്ടായിരുന്നതിനേക്കാൾ അധികം ആടുമാടുകളും എനിക്കുണ്ടായിരുന്നു. സ്വർണവും വെള്ളിയും രാജാക്കന്മാരുടെയും പ്രവിശ്യകളുടെയും ഭണ്ഡാരങ്ങളിലെ ധനവും സ്വന്തമാക്കി. അനേകം ഗായകന്മാരും ഗായികമാരും എനിക്കുണ്ടായിരുന്നു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖഭോഗങ്ങളും ഞാൻ സമ്പാദിച്ചു. ജെറുസലേമിലെ എൻ്റെ മുൻഗാമികളെക്കാൾ ഞാൻ ഉന്നതനും മഹാനുമായി തീർന്നു. അപ്പോഴും ഞാൻ ജ്ഞാനത്തിൽ നിന്ന് അകന്നുപോയില്ല. എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. എൻ്റെ പ്രയത്നങ്ങളിലെല്ലാം എൻ്റെ ഹൃദയം സന്തോഷിച്ചു. ഇതെൻ്റെ അധ്വാനത്തിന് ലഭിച്ച പ്രതിഫലം തന്നെയായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയവയെയും അതിനുവേണ്ടി ചെയ്ത അധ്വാനത്തെയും ഞാൻ നിരൂപണം ചെയ്തു. എല്ലാം മിഥ്യയും പാഴ്വേലയുമായിരുന്നു. സൂര്യന് കീഴെ ഒരു നേട്ടവുമില്ലെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ സഭാപ്രസംഗൻ സോളമൻ രാജാവ് മനോഹരമായ ഒരു തീരുമാനത്തിലെത്തുകയാണ്. അദ്ദേഹത്തിന് അന്ന് കൂടുതൽ അറിവുകൾ കിട്ടി ഈ അനുഭവത്തിലൂടെ. 2-ാം അധ്യായത്തിൻ്റെ 25, 26 തിരുവചനങ്ങളാകുമ്പോഴേക്കും അദ്ദേഹം ഇങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്: ദൈവത്തിൽ നിന്നകന്ന് ഭക്ഷിക്കാനോ ആനന്ദിക്കാനോ ആർക്കാണ് കഴിയുക? അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുള്ള ഒരു ആനന്ദവും ആനന്ദമല്ല എന്നുള്ള വലിയൊരു തിരിച്ചറിവിലേക്ക് ഈ വ്യക്തി കടന്നു വരികയാണ്. സ്നേഹമുള്ളവരെ, എന്തൊക്കെയാണ് ഈ സോളമൻ രാജാവ് ചെയ്തത്? നമ്മൾ വാസ്തവത്തിൽ ഈ ലോകത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ഇന്നത്തെ മനുഷ്യൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വർഷങ്ങൾക്ക് മുമ്പ് സോളമൻ ചെയ്തു. അതായത് അവിടെ എഴുതിയിരിക്കുകയാണ്, പല വിധത്തിലുള്ള വീഞ്ഞ് കുടിച്ച് ആഹ്ലാദിക്കാൻ നോക്കി. അതെ, ലഹരി വസ്തുക്കൾ കുടിച്ച് ആഹ്ലാദിക്കാൻ നോക്കി. പക്ഷേ കുറേ ലഹരി വസ്തുക്കളൊക്കെ കുടിച്ചെങ്കിലും അവസാനം പിന്നീട് ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് സോളമന് മനസ്സിലായി. പിന്നീട് പറയുകയാണ്, അദ്ദേഹം ചെയ്തൊരു കാര്യമാണ്, ഒത്തിരി വലിയ കെട്ടിടങ്ങളും മാളികകളും ഒക്കെ പണിതു. അത് ഇന്നത്തെ ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അവർ വലിയ വലിയ വീടുകൾ വയ്ക്കാൻ വേണ്ടി എന്തുമാത്രം കോടിക്കണക്കിന് പൈസ ചെലവഴിക്കുന്നത്. ഒരു വീട് 3-4 പേർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി മാത്രം കോടികൾ മുടക്കി വലിയ വലിയ കൊട്ടാരങ്ങൾ പണിയുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ വലിയ മാളികൾ പണിയുക മനുഷ്യൻ്റെ ഒരു ചിന്തയാണ്. വലിയ മാളികൾ പണിത് അതിൽ ജീവിക്കുമ്പോൾ കൂടുതൽ സന്തോഷം ഉണ്ടാകും, സമാധാനമുണ്ടാകും. സോളമൻ അത് തന്നെ ചിന്തിച്ചിരുന്നു. സോളമൻ അങ്ങനെ വലിയ മാളികളൊക്കെ പണിത്, കൊട്ടാരങ്ങളൊക്കെ പണിത് അതിൽ സോളമൻ ജീവിച്ചു. പക്ഷേ ഇതൊക്കെ പണിത് അതിൽ താമസമാക്കിയപ്പോൾ ഈ പറയുന്ന സുഖവും സന്തോഷവും ഒന്നും സോളമന് ലഭിച്ചില്ല. അപ്പോൾ സോളമന് മനസ്സിലായി ഇതുകൊണ്ടും കിട്ടത്തില്ല എന്ന്. പിന്നീട് സോളമൻ ചെയ്തൊരു കാര്യം ഇതാണ്: കുറേ മുന്തിരിത്തോട്ടങ്ങൾ നട്ടുപിടിപ്പിച്ചു, കുറേ ഉദ്യാനങ്ങളൊക്കെ ഉണ്ടാക്കി. സോളമൻ വിചാരിച്ചു ഇതൊക്കെ ഇപ്പോൾ നട്ടുപിടിപ്പിച്ച് ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ വലിയ സന്തോഷവും സമാധാനമൊക്കെ ആയിരിക്കും. പക്ഷേ അതൊക്കെ ഉണ്ടാക്കി അതിലൂടെയൊക്കെ നടന്നെങ്കിലും അദ്ദേഹത്തിന് ഈ പറയുന്ന നിലനിൽക്കുന്ന സന്തോഷമൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് സോളമൻ ചെയ്ത കാര്യം, തോട്ടങ്ങൾ നനയ്ക്കാൻ കുളങ്ങൾ കുഴിച്ചു. എന്തെല്ലാം കാര്യങ്ങളാണ് സോളമൻ ചെയ്ത് സന്തോഷം കിട്ടാൻ. ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പറയുകയാണ്, സ്വർണം വെള്ളി ഇത് സംഭരിക്കാൻ തുടങ്ങി. അപ്പോൾ സോളമന് ഒരു കാലഘട്ടത്തിൽ സോളമൻ ചിന്തിച്ചു, കുറേ സ്വർണവും വെള്ളിയും ആഭരണങ്ങളും സ്വന്തമാക്കിയാൽ നല്ല സന്തോഷം ഉണ്ടാകും, സമാധാനം ഉണ്ടാകും, നിലനിൽക്കുന്ന സന്തോഷം. അദ്ദേഹം കുറേ സ്വർണം വാങ്ങിക്കൂട്ടി, കുറേ ആഭരണങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി. പക്ഷേ ഇതെല്ലാം വാങ്ങിക്കൂട്ടി കാത്തു സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഈ പറയുന്നതൊന്നും അവിടെയും അദ്ദേഹത്തിന് കിട്ടിയില്ല. അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്, മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും ഞാൻ സമ്പാദിച്ചു. മനുഷ്യൻ ആഗ്രഹിക്കുന്ന എല്ലാ സുഖങ്ങളും ഞാൻ സമ്പാദിച്ചു. ഒരു മനുഷ്യനല്ല അദ്ദേഹം, ഒരു രാജാവ്, ഒരു സാധാരണ മനുഷ്യനല്ല, ഒരു രാജാവാണ്. അദ്ദേഹം ആഗ്രഹിച്ചത് എന്തും അദ്ദേഹത്തിൽ ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ മറ്റു ശരീരസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുക, അദ്ദേഹത്തിന് ഭാര്യമാരായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ടായിരുന്നു രാജാവായതുകൊണ്ട്. അതുകൂടാതെ കുറേ പേർ തോഴിമാരായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒത്തിരിയേറെ ശരീരത്തിൻ്റെ സുഖങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ഇതിലൊന്നും അദ്ദേഹത്തിന് നിലനിൽക്കുന്ന ആനന്ദം കണ്ടെത്താൻ പറ്റാത്തൊരവസ്ഥ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരിക. പിന്നീട് മനുഷ്യൻ്റെ പ്രലോഭനങ്ങളിലേക്ക് നയിക്കുന്ന വേറൊരു മേഖലയാണ് വചനത്തിൽ സോളമൻ എഴുതി, എൻ്റെ നയനങ്ങൾ അഭിലഷിച്ചതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല, ഞാൻ അനുഭവിക്കാത്ത സുഖങ്ങളില്ല. അതായത് മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഒത്തിരിയേറെ അഭിലാഷങ്ങളുണ്ട്, മനുഷ്യൻ്റെ കണ്ണുകൾ ഒത്തിരിയേറെ കാര്യങ്ങൾ അഭിലഷിക്കും. അപ്പോൾ സോളമനും പറഞ്ഞു വെക്കുക, എൻ്റെ കണ്ണുകൾ കുറേ കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു കാണാൻ,
അതൊന്നും ഞാൻ അവയ്ക്ക് നിഷേധിച്ചില്ല. അതിൻ്റെ അർത്ഥം എന്താ? സോളമൻ കാണാൻ ആഗ്രഹിച്ചതെല്ലാം, കണ്ണുകൾ കാണാൻ ആഗ്രഹിച്ചതെല്ലാം കണ്ടു കേട്ടു. പക്ഷേ സോളമൻ രാജാവ് അവസാനം ഒരു തീരുമാനത്തിലെത്തുക, അല്ലെങ്കിൽ ഒരു ജ്ഞാനത്തിലേക്ക് അദ്ദേഹം കടന്നു വരിക. ദൈവത്തിൽ നിന്ന് അകന്ന് ആനന്ദിക്കാനോ ദൈവത്തിൽ നിന്ന് അകന്ന് ഭക്ഷിക്കാനോ ആർക്കാണ് സാധിക്കുക? 25-ാം തിരുവചനത്തിൽ അദ്ദേഹം ചോദിക്കുക, ദൈവത്തിൽ നിന്നകന്ന് ആനന്ദിക്കാനോ ദൈവത്തിൽ നിന്നകന്ന് ഭക്ഷിക്കാനോ ആർക്കാണ് സാധിക്കുക? അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുള്ള ഒരു സന്തോഷവും നിലനിൽക്കുന്ന സന്തോഷമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുക. ദൈവത്തിൽ നിന്ന് അകന്നുള്ള ഒരു ആനന്ദവും നിലനിൽക്കുന്ന ആനന്ദമല്ല എന്ന് അദ്ദേഹം തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറഞ്ഞത്, നമ്മൾ അടിയുറക്കേണ്ടത് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വേരുപാകിയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരുപാകിയാണ് അടിയുറക്കേണ്ടത്. നമ്മൾ ലഹരി വസ്തുക്കളിൽ വേരുപാകിയാൽ അടിയുറച്ച് നിൽക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു വീഴും. സ്വർണത്തിലും ആഭരണങ്ങളിലും വേരുപാകിയാൽ അടിയുറച്ച് നിൽക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു വീഴും. നമ്മൾ വലിയ കൊട്ടാരങ്ങളിലും മാളികകളിലും വേരുപാകിയാൽ അടിയുറച്ച് നിൽക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു വീഴും. ജഡിക സുഖങ്ങളിൽ വേരുപാകിയാൽ അവിടെ അടിയുറച്ച് നിൽക്കാൻ പറ്റത്തില്ല, മറിഞ്ഞു വീഴും. ഇങ്ങനെ ലോകത്തിൻ്റെ സന്തോഷങ്ങളിലും മോഹങ്ങളിലൊക്കെ വേരുപാകിയാൽ ഒരു ദിവസം ആ വ്യക്തി സോളമനെ പോലെ തിരിച്ചറിയും, ഇവിടെയൊന്നും എനിക്ക് അടിയുറച്ച് നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ മറിഞ്ഞു വീഴും എന്നുള്ളൊരു വലിയ സത്യം തിരിച്ചറിയാതെ എവിടേക്കും പോകത്തില്ല. സ്നേഹമുള്ളവരെ, അതുകൊണ്ടാണ് സോളമൻ പറയുന്നത്, ഈ തിരിച്ചറിവ് കിട്ടിയതിന് ശേഷം സോളമൻ പറയുക, ദൈവത്തിൽ നിന്നകന്ന് ആനന്ദിക്കാൻ, ദൈവത്തിൽ നിന്നകന്ന് ഭക്ഷിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് പൗലോസ്ലീഹ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ വേറെ എവിടെയും പോയി വേരുപാകി അടിയുറയ്ക്കാൻ നോക്കരുത്, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വേരുപാകുക, അടിയുറയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്. സ്നേഹമുള്ളവർ, ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ട്, ഈ ദൈവം ഞാൻ തെറ്റ് ചെയ്യുമ്പോൾ എന്നെ ശിക്ഷിക്കാൻ നോക്കിയിരിക്കുന്നൊരു ദൈവം, അല്ലെങ്കിൽ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവം എന്നെ ഒത്തിരി ശിക്ഷിക്കും, എനിക്ക് രോഗം വരും, തകർച്ചകളൊക്കെ വരും, ദൈവം എന്നെ തകർക്കാൻ നോക്കുന്നു എന്ന ചിന്തകളൊക്കെയുണ്ട്. വാസ്തവത്തിൽ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവം നമുക്ക് വേണ്ടിയുള്ളവനാണ്, അതല്ലാതെ ദൈവം നമുക്കെതിരല്ല എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവം നമുക്ക് വേണ്ടിയുള്ളവനാണ്, ദൈവം നമുക്കെതിരായിട്ടുള്ളതല്ല. പലപ്പോഴും ചെറുപ്പകാലത്ത്, കുട്ടിക്കാലത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ, കുട്ടിക്കാലത്ത് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ മാതാപിതാക്കൾ പറയും, ദൈവം നിന്നെ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെയൊക്കെ കുഞ്ഞു മനസ്സിലൊരു ധാരണ കയറി കിടപ്പുണ്ട്, ഒരു തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മളെ ശിക്ഷിക്കാനും തകർക്കാനും കാത്തിരിക്കുന്നൊരു ദൈവത്തെക്കുറിച്ചുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ദൈവം അങ്ങനെയല്ല എന്നും ദൈവം നമുക്ക് വേണ്ടിയുള്ളവനാണ് എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ യോനാ പ്രവാചകനെ നിനവയിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. യോനായെ ദൈവം നിനവയിലേക്ക് അയക്കുമ്പോൾ യോനായുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മൾ കാണും, യോന നിനവയിലേക്ക് പോകാതെ താർഷീഷിലേക്ക് കപ്പൽ കയറി പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ താർഷീഷിലേക്ക് കപ്പൽ കയറിപ്പോയി. അങ്ങനെ ആ കടലിൽ വെച്ച് ഒത്തിരിയേറെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ അവർ കപ്പലിൽ നിന്ന് അദ്ദേഹത്തെ കടലിലേക്ക് എറിഞ്ഞു. പിന്നീട് ഒരു മത്സ്യത്തിൻ്റെ ഉദരത്തിൽ അകപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം മാനസാന്തരപ്പെട്ട് നിനവയിൽ ചെന്ന് നിനവയിലെ മനുഷ്യരോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വചനം കേട്ട് നിനവയിൽ പലവിധ പാപങ്ങളിൽ മുഴുകി ജീവിച്ചിരുന്ന മനുഷ്യർ വചനം കേട്ട് മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ നിനവയെ ദൈവം തകർക്കണമെന്നും അല്ലെങ്കിൽ ദൈവം നശിപ്പിക്കണമെന്നും ഒരുപക്ഷേ യോനായുടെ മനസ്സിൽ യോന അത് ആഗ്രഹിച്ചത്. കാരണം അവർ തെറ്റിൽ ജീവിക്കുകയായിരുന്നു. അതുകൊണ്ട് യോന ആഗ്രഹിച്ചത് അവരെ ദൈവം തകർക്കണം, തീയും ഗന്ധവും ഒക്കെ അയച്ചു ആ നഗരത്തെ കത്തിച്ച് കളയണമെന്നാണ് ദൈവം. നിനവയിൽ അങ്ങനെ ചെയ്യണമെന്നാണ് യോന ആഗ്രഹിച്ചത്. എന്നാൽ ദൈവം അവിടെയുള്ള മനുഷ്യരുടെ കരച്ചിലും സങ്കടവും ഉപവാസമൊക്കെ കേട്ട് ദൈവത്തിൻ്റെ മനസ്സലിഞ്ഞു. ദൈവം അവരെ ശിക്ഷിക്കാതെ അവരെ രക്ഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ യോനായ്ക്ക് കോപം വന്നു. അതാണ് മനുഷ്യൻ്റെ മനസ്സ്. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കണമെന്നാണ് മനുഷ്യൻ്റെ മനസ്സ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് താൻ നിനവയിലേക്ക് പോകാതിരുന്നത് ദൈവം പറഞ്ഞപ്പോൾ എന്നതിൻ്റെ കാരണം യോനാ പ്രവാചകൻ എടുത്തു പറയുന്നുണ്ട് 4-ാം അധ്യായത്തിൽ. യോനാ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ ഇപ്രകാരം യോന എഴുതുന്നുണ്ട്. അതായത് നിനവെ മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം നിനവയോട് ക്ഷമിക്കുന്നത് കണ്ട് നിനവെ ഇങ്ങനെയാണ് പറയുന്നത്. യോന 4-ാം അധ്യായം. യോന ഇതിലത്യധികം അസംതൃപ്തനും കുപിതനുമായി. അവൻ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ദേശത്തായിരുന്നപ്പോൾ ഇതുതന്നെയല്ലേ അങ്ങയോട് പറഞ്ഞത്,
ഇതുകൊണ്ടാണ് ഞാൻ താർഷീഷിലേക്ക് ഓടിപ്പാകാൻ ശ്രമിച്ചത്. അവിടുന്ന് ദയാലുവും കാരുണ്യവാനും ക്ഷമാശീലനും ദയാനിധിയും സ്നേഹനിധിയും ശിക്ഷിക്കുന്നതിൽ വിമുഖനുമാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. കർത്താവ്, എൻ്റെ ജീവൻ എടുത്തുകൊള്ളുക എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് എനിക്ക് നല്ലത്. സ്നേഹമുള്ളവരെ, മനുഷ്യൻ്റെ മനസ്സാണ് നമുക്ക് കൃത്യമായിട്ട് യോനയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുക. യോന മാനസാന്തരത്തിൻ്റെ വചനമൊക്കെ അവിടെ പങ്കുവച്ചെങ്കിലും ആ മനുഷ്യരെ ദൈവം പറഞ്ഞതുപോലെ പേടിപ്പിച്ചതുപോലെ ദൈവം അവരെ നശിപ്പിക്കണമെന്നാണ് യോനയുടെ മനസ്സ് ആഗ്രഹിച്ചത്. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നാണ് യോന ആഗ്രഹിച്ചത്. പക്ഷേ ദൈവത്തിൻ്റെ മനസ്സ് സ്നേഹമുള്ള മനസ്സായിരുന്നു. സ്നേഹമുള്ളവരെ, അപ്പോൾ ദൈവം കാര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ദൈവം അവസാനം ക്ഷമിക്കും, സ്നേഹമുള്ളവനാണെന്ന് യോനായ്ക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അന്ന് തന്നോട് നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ താൻ പോകാതിരുന്നതെന്ന് നിനവയോട് പറയുക. മനുഷ്യൻ്റെ മനസ്സിൻ്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ. അപ്പോൾ ദൈവം ഈ കാര്യം ദൈവം യോനായ്ക്ക് പറഞ്ഞു കൊടുക്കാൻ, ബോധ്യപ്പെടുത്താൻ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ബോധ്യപ്പെടുത്താൻ ദൈവം തീരുമാനിച്ചു. സ്നേഹമുള്ളവരെ, എന്നിട്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? ഇങ്ങനെ യോന പ്രവാചകനെ കോപിച്ച് അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ യോന നല്ല വെയിലത്തായിരുന്നു നിന്നിരുന്ന്. യോനായ്ക്ക് തണലേകാൻ ദൈവം ഒരു ചെടിയെ വളർത്തി. അങ്ങനെ ആ ചെടി വളർന്നു. ആ ചെടിയുടെ കീഴിൽ വളരെ ശാന്തമായി സന്തോഷത്തോടു കൂടെ ഈ യോന കിടന്നുറങ്ങുക. സ്നേഹമുള്ളവരെ, എന്നാൽ പിറ്റേ ദിവസം എന്ത് സംഭവിച്ചു? പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഒരു പുഴുവിനെ ദൈവം അയച്ചു. അത് ആ ചെടിയെ ആക്രമിച്ചു. ചെടി വാടിപ്പോയി. സൂര്യൻ ഉദിച്ചപ്പോൾ ദൈവം അത്യുഷ്ണമുള്ള കിഴക്കൻ കാറ്റിനെ നിയോഗിച്ചു. അപ്പോൾ ഈ തലയിൽ ചൂടേറ്റ് യോന തളർന്നപ്പോൾ യോന വീണ്ടും ദൈവത്തോട് കോപിക്കുക. നീ എന്താ അങ്ങനെ ചെയ്തത്? നീ എന്താ ചെടി ഇങ്ങനെ വാടിച്ച് കളഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ദൈവത്തോട് കോപിക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ചില ചോദ്യങ്ങൾ, വളരെ മനോഹരമായ ചോദ്യങ്ങൾ, ഹൃദയസ്പർശിയായ ചോദ്യങ്ങളാണ് ദൈവം യോനയോട് ചോദിക്കുന്നത്. ദൈവം യോനയോട് ചോദിച്ചു, ആ ചെടിയെ ചൊല്ലി കോപിക്കാൻ നിനക്ക് എന്താ കാര്യം? അവൻ പറഞ്ഞു, കോപിക്കാൻ എനിക്ക് കാര്യമുണ്ട്, മരണം വരെ കോപിക്കാൻ. കർത്താവ് പറഞ്ഞു, ഈ ചെടി ഒരു രാത്രി കൊണ്ട് വളരുകയും അടുത്ത രാത്രി നശിക്കുകയും ചെയ്തു. നീ അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അധ്വാനിച്ചിട്ടില്ല. എന്നിട്ടും നിനക്കതിനോട് അനുകമ്പ തോന്നുന്നു. എങ്കിൽ ഇടംബലം തിരിച്ചറിയാൻ കഴിവില്ലാത്ത 1,20,000-ൽ പരം ആളുകളും അസംഖ്യം മൃഗങ്ങളും വസിക്കുന്ന മഹാനഗരമായ നിനവയോട് എനിക്ക് അനുകമ്പ തോന്നരുതെന്നോ. ദൈവത്തിൻ്റെ വാക്കുകൾ എത്ര ഹൃദയസ്പർശിയാണ്. ദൈവം യോനയെ പഠിപ്പിക്കുക, ഇത്രത്തോളം മനുഷ്യർ, അവർക്ക് വലുതും അറിയാത്ത ഈ മനുഷ്യർ, അവർ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഞാൻ അവരോട് കരുണ കാണിക്കരുതെന്നാണോ നീ പറയുന്നത്? അവരെ വളർത്തി സ്നേഹിച്ച് വലുതാക്കിയൊരു ദൈവത്തിനൊരു പിതാവിന് എങ്ങനെ സാധിക്കും? അതാണ് ദൈവം നിനവയ്ക്ക് വേണ്ടി സ്നേഹത്തോടെ പ്രവർത്തിച്ച ദൈവം യോനായോട് ചോദിക്കുന്നത്. അപ്പോൾ യോനായിൽ നമ്മൾ പ്രകടമാകുന്നത്, സത്യമായിട്ടും യോനായിൽ നമ്മൾ കാണുന്ന ഒരു മനുഷ്യ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അതായത് തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കിട്ടണം, ചിലപ്പോഴൊക്കെ ചില ആളുകൾക്ക് ചിലത് സംഭവിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ അങ്ങനെ തന്നെ വേണം, അവൾക്ക് അങ്ങനെ തന്നെ വേണം, അവൾ അങ്ങനെ ചെയ്തിട്ടല്ലേ, അവൻ അങ്ങനെ ചെയ്തു. പക്ഷെ മനുഷ്യ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. പക്ഷേ ദൈവം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. തെറ്റ് ചെയ്താലും അകന്നു പോയാലും തിരിച്ചു വരണമെന്നും രക്ഷിക്കപ്പെടണമെന്നും അവർക്ക് കരുണ കിട്ടണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ മനസ്സ്. അപ്പോൾ സ്നേഹമുള്ളവർ, ഈ വചനത്തിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു വലിയ സത്യം ഇതാണ്: ദൈവം മനുഷ്യനെതിരല്ല, ദൈവം എനിക്കെതിരല്ല, ദൈവം എനിക്ക് വേണ്ടിയുള്ളവനാണ്, ദൈവം എന്നെ രക്ഷിക്കാനുള്ളവനാണ്, ദൈവം എന്നെ സ്നേഹിക്കാനുള്ളവനാണ്, ദൈവം എന്നെ സുഖപ്പെടുത്താനുള്ളവനാണ്. അതല്ലാതെ ദൈവം എന്നെ തകർക്കാനുള്ളവനല്ല, ദൈവം എന്നെ നശിപ്പിക്കാനുള്ളവനല്ല, എന്നെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്നൊരു ദൈവമല്ല, എന്നെ തകർക്കാൻ നോക്കുന്നൊരു ദൈവമല്ല. അതൊക്കെ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. ദൈവം എനിക്ക് വേണ്ടിയുള്ളവനാണ്. ഞാൻ എത്ര തെറ്റ് ചെയ്താലും എത്ര അകന്നു പോയാലും എന്നെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം, കരുണയുള്ളവനാണ് ദൈവം. ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ്. ഇപ്പോൾ സ്നേഹമുള്ളവർ, ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ തിരിച്ചറിയണം. പൗലോസ്ലീഹ പഠിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. അത് ഈ ദൈവത്തിൻ്റെ സ്നേഹവും നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. വലിയ ദൈവകൃപകളിലേക്ക്, അഭിഷേകത്തിലേക്ക് ഈ വചനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്യും. വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഹെൻറി ന്യൂവൻ്റെ ദ റിട്ടേൺ ഓഫ് ദ പ്രൊഡിഗൽ സൺ എന്ന പുസ്തകം. ധൂർത്തപുത്രൻ്റെ തിരിച്ചുവരവിനെക്കുറിച്ച് എഴുതിയിട്ടുള്ള മനോഹരമായ പുസ്തകം, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് വിവരിക്കുന്ന മനോഹരമായ പുസ്തകമാണ് ഹെൻറി ന്യൂവൻ്റെ. അതിൽ ഒരു ഭവനം, ഹോം, അദ്ദേഹം ഒരു ഭവനത്തെ നിർവചിക്കുന്നുണ്ട്. ഒരു ഹോം എന്താണെന്ന് നിർവചിക്കുന്നുണ്ട് അദ്ദേഹം. അതിൽ വളരെ മനോഹരമായിട്ട് വിവരിക്കുന്ന ഒരു ഭാഗം ഇതാണ്: ഒരു ഭവനം, ഹോം എന്ന് പറയുന്നത്
അവിടെ എപ്പോഴും പിതാവിൻ്റെ സ്വരം മുഴങ്ങിക്കേൾക്കാം. ആ ഭവനത്തിൽ വസിക്കുന്ന മക്കൾക്ക് എപ്പോഴും ഈ പിതാവിൻ്റെ സ്വരം മുഴങ്ങിക്കേൾക്കാം. എന്താണ് അവിടെ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ശബ്ദം? ഇതാണ്, പിതാവിൻ്റെ സ്വരം ഇതാണ്: യു ആർ മൈ ബിലവഡ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിതാവിൻ്റെ സ്വരം മുഴങ്ങിക്കേട്ടുകൊണ്ടിരിക്കുന്ന ഒരിടമാണ് യഥാർത്ഥമായ ഭവനം. സ്നേഹമുള്ളവരെ, സ്വർഗത്തിലെ ഭവനത്തിൻ്റെ, പിതാവായ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഭവനത്തിൻ്റെ പ്രത്യേകതയാണ് ആ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നത്. അവിടെ വളരുന്ന മക്കൾക്ക് എപ്പോഴും ഈ സ്വരം, പിതാവിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കും: യു ആർ മൈ ബിലവഡ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ്. ഒരുപക്ഷേ അങ്ങനെയുള്ള ദൈവസ്നേഹ അനുഭവം അല്ലെങ്കിൽ പിതാവിൻ്റെ, മാതാവിൻ്റെ അനുഭവം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് കിട്ടി വളരാൻ സാധിക്കുമ്പോഴാണ് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിയാനും നമുക്ക് സാധിക്കുക. ചുരുക്കം ചിലർക്കെങ്കിലും പിതാവായ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല. ചുരുക്കം ചിലർക്കെങ്കിലും അത് സാധിക്കാത്തതിൻ്റെ കാരണം അവരുടെ കുടുംബത്തിൽ അങ്ങനെ സ്നേഹമുള്ള ഒരു പിതാവിൻ്റെ അനുഭവം അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് പിതാവ് എന്ന് കേൾക്കുമ്പോൾ അവരുടെ ഹൃദയം ജ്വലിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിൽ ഒരു പിതാവ് രൂപപ്പെടുത്തിയിരിക്കുന്ന ചിത്രം വ്യത്യസ്തമാണ്. അവരുടെ സ്വന്തം പിതാവ് രൂപപ്പെടുത്തി വെച്ചിരിക്കുന്ന ചിത്രം ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കാം. സ്നേഹമുള്ളവരെ, അങ്ങനെയുള്ളവർക്ക് സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. പിതാവായ ദൈവത്തെ സ്നേഹിക്കാനും ആ ദൈവത്തോട് അടുക്കാനും ഒരു സൗഖ്യത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്ന മനസ്സിലെ ചിത്രം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടച്ച് അല്പസമയം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കുവിൻ. സ്നേഹത്തിൽ വേരുപാകി ജീവിതത്തിൽ അടിയുറയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ